ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിനിമാ ലൊക്കേഷനല്ല, മറിച്ച് നിങ്ങളെല്ലാവരും കാണേണ്ട അറിയേണ്ട ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ്. ഇത് പണമോ പ്രതാപത്തിനോ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനമല്ല. ഒറ്റപ്പാലത്തിനടുത്തുള്ള ലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്തെ പോളി ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മാനസികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന 120ഓളം ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഒരുപാട് പേരവിടെ ഉണ്ട്. ഇവരെ സംരക്ഷിക്കുന്നതും ഇവരെ ഭക്ഷണം കൊടുത്ത് വളർത്തി ഇതുപോലെ സംരക്ഷിച്ച് വരുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളിലുണ്ട്. എല്ലാവരുടെയും വിശേഷം നമുക്ക് ഉള്ളിൽ പോയി അറിയാം. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഉള്ളിലോട്ട് പോയി അറിയാം. എല്ലാവരും അവിടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് എൻ്റെ സുഹൃത്ത് ഹമീദ്ക്ക, നിങ്ങൾക്കറിയാമായിരിക്കാം, ഹമീദ്ക്ക മിമിക്രിക്കാരനാണ്, കലാകാരനാണ്. പുള്ളി വിളിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് വന്നാണ്. നമ്മൾ മുൻകൂട്ടി സ്ക്രിപ്റ്റ് എഴുതി പ്ലാൻ ചെയ്തൊരു സംഭവമൊന്നുമല്ല. അതുകൊണ്ട് അവതരണ രീതിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. എല്ലാവരും മനസ്സിലാക്കും. ഇതാ നമ്മളവരുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അന്തേവാസികളാണ് ഇവർ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ. ഇതാ ഇവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇതവിടെ വന്ന് പാട്ട്, ചിരി, തമാശ, ഗാനമേള, പാട്ട്, എല്ലാവരും ഇവരുടെ ജീവിതത്തിൽ ഇവരെല്ലാവരും ഹാപ്പിയാണ്. ഇവർക്ക് ഒരു കുറവുകളും അറിയിക്കാതെയാണ് ഇവിടെ ഉള്ളവർ ഇവരെ സംരക്ഷിച്ച് പോരുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം ഞങ്ങൾ വന്ന് ഇവിടെ പാട്ട്, ഡാൻസ്, ഗാനമേള എല്ലാം കഴിഞ്ഞാണ്. ശരിക്കേ എല്ലാവരും ഒന്ന് ഹായ് എടുത്തേ, എല്ലാവരും ഒന്ന് ഹായ് എടുത്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ചായ കുടിച്ചോ? എല്ലാവരും ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ഇല്ല, ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ സമയമാണുള്ളൂ അല്ലേ? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എന്താ പേര്? രാമു. രാമു ഇവിടെ വന്നിട്ട് എത്രയായി? 2 മാസമായിട്ട്. ഓക്കെ. ഇവിടുത്തെ നമ്മുടെ പോളി ഗാർഡൻ്റെ ഡയറക്ടർ നമുക്ക് ഉണ്ട്, ഷിജു സാറിനെ നമുക്ക് പരിചയമാണ്. നമസ്കാരം ഷിജു സാർ. എൻ്റെ പേര് ഷൗക്കത്ത്, ഞാനൊരു യൂട്യൂബറാണ്. അപ്പോൾ നമുക്ക് അമീദ്ക്ക് അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. ഇവിടെ കുറേ അന്തേവാസികളുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ സംരക്ഷിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായി? ഇത് 84 തുടങ്ങിയതാണ്. 1984 തുടങ്ങിയതാണ്. ഒരു ഫാദർ പോൾ പൂവത്തി എന്ന് പറഞ്ഞ അച്ഛനായിട്ട് തുടങ്ങിയതാണ്. അദ്ദേഹം 2005 മരിച്ചു. അതിനുശേഷം ഞാനാണ് അതിൻ്റെ ഡയറക്ടർ. അതിനുശേഷം ഷീസറാണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇവരുടെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഒരു ഭക്ഷണത്തിന് അതൊക്കെ എങ്ങനെ നല്ലവരായ നാട്ടുകാരുടെ ആൾക്കാർ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആളുകൾ അവരുടെ എന്താ പറയുക മരണത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളിലും അതുപോലെ ബർത്ത്ഡേ, വിവാഹം, അതിനോടുള്ള അവസരങ്ങളിലൊക്കെ ഇവരെ പോലുള്ളവരെ ഓർക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഷിജു സാറ് പറയുന്ന ഇതാണ്, ഇവിടെയുള്ള അന്തേവാസികൾ അവരുടെ വീട്ടിൽ എന്തൊരു നല്ല കാര്യം നടന്നാലും അപ്പോൾ ഇവിടെയുള്ള അന്തേവാസികൾ ഓർക്കും. അവർക്കുള്ള ഈ നാട്ടുകാരുടെ തന്നെ ഒരു സംരക്ഷണയിലാണ് ഇവർ കഴിയുന്നത്. സംരക്ഷണ മീൻസ് അവർക്കുള്ള ആഹാരം, മറ്റു കാര്യങ്ങൾ എല്ലാം കൊടുക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കാരുണ്യത്തിലാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കണം. സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയാത്തവർ അത് ചെയ്യാൻ കഴിയുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. മാക്സിമം ഷെയർ. മലയാളികളെന്ന് പറയുമ്പോൾ സഹായിക്കാനുള്ളൊരു വലിയൊരു മനസ്സുള്ള ആളാണ് നമ്മൾ മലയാളികളെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള മലയാളികളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് ഇവരുടെ ജീവിതം സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കാൻ നമുക്ക് കൈകോർത്ത് നിൽക്കാം. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ വേറെ ആരെങ്കിലുമൊക്കെ? ഇവരുടെ ഒരു 120 പേരാണ് മൊത്തം ഇവിടെ ഉള്ളത്. അതിലൊരു 10-60 പേരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പരസഹായം കൂടിയിട്ടാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഭക്ഷണം വാരി കൊടുക്കണം, മറ്റുള്ള പ്രാഥമിക കാര്യങ്ങളിലൊക്കെ പരസഹായം ആവശ്യമുള്ളവരാണ് കൂടുതലും. ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള 5 സ്റ്റാഫ് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിങ് സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെ ഇപ്പോൾ ഫാമിലി ഉപേക്ഷിച്ച ആൾക്കാരാണോ കൂടുതലായിട്ടുള്ളത്, അതോ നോക്കാൻ പറ്റാതെ? ഇതിലൊരു 60-70 പേര് ജുവനൈൽ ഹോമുകൾ, മറ്റേ 18 വയസ്സ് കഴിഞ്ഞാൽ നിർത്താൻ സാധിക്കാത്ത രീതിയിലുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് കൂടുതലും. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ മരണമടഞ്ഞവരും അതുപോലെ സംരക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായിട്ട് പഞ്ചായത്തുകാരും മറ്റു പോലീസുകാരൊക്കെ ആയിട്ട് കൊണ്ടിട്ടുള്ളവരുണ്ട്. പിന്നെ മാതാപിതാക്കൾ ഉണ്ടെങ്കിലും എന്താ
പറയുക, വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടും ഇവരുടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടായതുകൊണ്ട്, പിന്നെ വീട്ടിൽ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കൂടുതൽ പേര് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം ഇവിടെ തന്നെ ഒരു സമ്പൂർണ്ണമായിട്ട് നിങ്ങളുടെയൊക്കെ കസ്റ്റഡി സുഖമായി കഴിയുന്നുണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ ഏറ്റവും സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം തന്നെ അവരെ കണ്ടറിയാം. അപ്പോൾ ഞങ്ങളിവിടെ വന്ന പിന്നെ പാട്ട്, ഡാൻസ് എല്ലാവരും 24 hours ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളൊരു വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളവരെ സന്തോഷത്തോട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്കറിയാം. അവരുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അല്ലേ? അല്ല, നമ്മുടെ ഇപ്പോൾ ഹമീദിനെ പോലുള്ള ആളുകൾക്ക് പൈസ കൊണ്ട്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഹമീദിനെ പോലുള്ള ആൾക്കാർക്ക് പൈസ കൊണ്ട് ചിലപ്പോൾ സഹായിക്കാനായിട്ട് കഴിവില്ലായിരിക്കാം. പക്ഷേ അവരുടെ ഒഴിവ് ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അവരിവിടെ വരികയും അതുപോലെയുള്ള കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുകയും അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകൊണ്ട് സമ്പന്നനായിട്ടുള്ള കുറേ ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ നമ്മളെ ഒരിക്കൽ പരിചയപ്പെട്ട ആളുകൾ പിന്നെയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ഇവരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് സമ്പത്തോ അല്ലെങ്കിൽ മറ്റുള്ള കോടികൾ സമ്പാദിച്ചു വെച്ച് കാറോ ബംഗ്ലാവോ ഒന്നുമല്ല. ഇവരുടെ മനസ്സിലിപ്പോൾ ഉള്ളത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം, അവർക്ക് ഉടുക്കാനുള്ള വസ്ത്രം, കുറച്ച് നേരം സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് അതാണ് ഇവരുടെ മനസ്സിൽ കൂടുതൽ. ഇപ്പം ഇവരാരും ഇങ്ങനെ ആയത് ഇവരുടെ പാപം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയും മാതാപിതാക്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടൊന്നും ഇവരിങ്ങനെ ആയതല്ല. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ സൗഭാഗ്യം കിട്ടിയത് നമ്മുടെ മാതാപിതാക്കൾ എന്തോ നല്ലത് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കണം, ഇങ്ങനത്തെ ഒരാളായിരിക്കണം എന്ന് പറഞ്ഞിട്ടോ ഒന്നല്ല നമ്മളുണ്ടായിട്ടുള്ളത്. സർവേശ്വരൻ്റെ കാരുണ്യം നമ്മിലൊക്കെ കാണിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ കഴിവുള്ളവരും. ഇവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ കോടീശ്വരന്മാരാണ്. അല്ല, നമ്മൾ എന്താ പറയുക, വലിയ കഴിവുള്ളവരാന്നൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പോളി ഗാർഡൻ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ പലജാതി പൂക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് ഈ പോളി ഗാർഡൻ എന്നുള്ള പേര് ഇട്ടിട്ടുള്ളത്. അതിൽ ഈ ഭൂമിയിലെ എല്ലാ പൂക്കൾക്കും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, മണമുണ്ട്, ഗുണമുണ്ട്. പക്ഷേ ചില പൂക്കൾ മാത്രം നമ്മൾ നോട്ടത്തിൽ, അതാണ് ഞാനിവിടെ വരുന്ന എല്ലാവരോടും പറയാറ്. അപ്പോൾ ഇവരൊന്നും ഇങ്ങനെ ആയത് ഇവരുടെ കുറ്റം കൊണ്ടല്ല, നമുക്ക് എന്താണ് ദൈവം തന്നിട്ടുള്ളത് അല്ലെങ്കിൽ സർവേശ്വരൻ തന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി സൃഷ്ടിച്ച വേറെ പൂക്കളാണ് അവരുള്ളത് കൊണ്ടാണ് നമുക്ക് കഴിവുണ്ടെന്ന് നമ്മൾ അഹങ്കരിക്കുന്നത്. അവരില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് കഴിവില്ലല്ലോ. അപ്പോൾ ഇവർക്ക് നമുക്കിപ്പോൾ ഒരാൾക്കൊരു സഹായം ഇവിടെ വന്ന് ഇവർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണ് അതിന് വേണ്ടി ചെയ്യേണ്ടത്? അത് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ വരെ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഇവർക്കൊരു വസ്ത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കല്ലത് കാണുന്ന പ്രേക്ഷകർക്കും ചിലപ്പോൾ തോന്നിക്കോളാം. അപ്പോൾ അവർക്കും ഇത് കാണുമ്പോൾ സഹായിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ആപേക്ഷികമായിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു ഇന്ന പൈസ അല്ലെങ്കിൽ ഇത്ര രൂപ തന്നാലാണ് ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, ഇവിടുത്തെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരെ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ്, അല്ല സ്റ്റേഷനറി സാധനങ്ങളാണെങ്കിൽ സ്റ്റേഷനറി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളാണെങ്കിൽ പലചരക്ക് സാധനം, അല്ലെങ്കിൽ പൈസ ആയിട്ടാണെങ്കിൽ അങ്ങനെ അവരുടെ എന്തെങ്കിലും ഒരു ഡെഡിക്കേഷനുള്ള ഒരു ദിവസം അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതാണ് അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതിന് ഞങ്ങൾ എപ്പോഴും ഏത് 24 മണിക്കൂറും ഇവിടെ ഞങ്ങളുണ്ട്. എപ്പോൾ വിളിച്ചാലും ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും. അല്ലെങ്കിൽ എല്ലാവിധ നിങ്ങളൊരാൾ വിളിക്കുന്നത് നിങ്ങളുടെ ആരും ഇവിടെ ഉണ്ടായിട്ടല്ലല്ലോ, ഇവരെയൊക്കെ നിങ്ങളുടെ സഹോദരന്മാരായിട്ട് കാണുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ വന്നത് തന്നെ ഇവിടെ നിങ്ങളുടെ ആരുമില്ല. പക്ഷേ നിങ്ങളെല്ലാവരും എന്താ പറയുക, നിങ്ങളുടെ വീട്ടിൽ പിറക്കാതെ പോയ ഒരു സഹോദരനായിട്ട് ഇവരെ കാണുന്നത് കൊണ്ട്, അനിയനായിട്ടും ചേട്ടനായിട്ടൊക്കെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഞങ്ങളിപ്പോൾ ഇവിടെ ആയത് ഞങ്ങൾ വലിയ കഴിവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവരെ വലിയ സേവന നഷ്ടമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട്. നിങ്ങൾ വന്നതും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ സംരക്ഷണയിൽ കഴിയുന്നത്. അല്ല, ഇപ്പം നിങ്ങൾക്കൊരു നിയോഗം ഉള്ളതുകൊണ്ട് നിങ്ങൾ വന്നു. ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ആ ഒരു നിയോഗത്തിന്റെ പുറത്ത്. അപ്പോൾ ആരും ആരെക്കാളും വലിയതല്ല ചെറുതല്ല. അപ്പോൾ ഷിജു സാറ് പറയുന്നത് എങ്ങനെയാണ്, ഇവരെ സഹായിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ടല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് വെച്ചാൽ വസ്ത്രം സന്ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതന്നെ വലിയ കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ 24 മണിക്കൂറും 365 ദിവസവും വേറെ ആരും കാണാനില്ല. ഇവിടെയുള്ള ഈ കളറുകളും നിറങ്ങളും അല്ലാതെ അവർക്കൊന്നും കാണാനില്ല. പക്ഷേ വേറൊരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ വേറെ ആളുകളുണ്ട്, വേറെയും സന്തോഷങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും ജസ്റ്റ് ഒന്ന് പാട്ടുപാടി അല്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞു വന്നതിൽ അതന്നെ ഒരു വലിയ സന്തോഷമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ നമ്മളെ കുറേ നാളിങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും നമ്മളൊരു വിരുന്നുകാരൻ വന്നു
കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവില്ല. അല്ല അവരൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സർവേശ്വരൻ്റെ അറിഞ്ഞുകൊണ്ട് അവരിൽ തെറ്റില്ല. നമ്മളൊക്കെ എത്ര വിശുദ്ധരാന്ന് പറഞ്ഞാലും നമ്മിലൊക്കെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. പക്ഷെ അവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല. അവരൊക്കെ ഏറ്റവും നിഷ്കളങ്കരാണ്. എന്താ പറയുക നമ്മളിപ്പോൾ വഴക്ക് പറഞ്ഞാൽ പോലും അടുത്ത നിമിഷം അവർ വന്ന് നമ്മുടെ അടുത്ത് നല്ലൊരു ചെറിയ കുട്ടികളുടെ മനസ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരിക, പോളി ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൽ വരിക, ഇവിടേക്ക് ഒന്ന് കാണുക. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ ആഹാര സാധനങ്ങളോ പച്ചക്കറി പഴം അങ്ങനെ എന്താ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ലെങ്കിൽ ഇവിടെ വന്ന് ഇവരെ ഒന്ന് സന്ദർശിച്ചാൽ മതി. അതന്നെ ഇവർക്ക് വലിയൊരു സന്തോഷമായിരിക്കാം. ഇവരുടെ മുഖത്തൊക്കെ നോക്കി ഞങ്ങൾ എന്തൊരു സന്തോഷമാണ്. അവർ ഭയങ്കര ഹാപ്പിയിലാണ്. സ്വന്തം വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് എല്ലാവരും. ഇപ്പം ഞങ്ങൾ വന്ന് ഇതാ ഇവിടെ കുറച്ച് പാട്ടുകൾ പാടി. എൻ്റെ സുഹൃത്ത് അമീദൊക്കെ ഉണ്ടായിരുന്നു, പുള്ളി കുറേ മിമിക്രി അവതരിപ്പിച്ചു, പാട്ട് പാടി. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുളിക്കാനും ചായ കുടിക്കാനൊക്കെ ഉള്ള ടൈമായി. അപ്പോൾ വീണ്ടും ഇനി നല്ലൊരു മുഹൂർത്തത്തിൽ ഇനി അടുത്ത ഇതിൽ കാണുന്നവരേക്കും നമുക്ക് ഷിജു സാർ ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. ഓ സന്തോഷം, എപ്പോഴും വരാം. സമയത്തൊന്നും എന്താ പറയുക വിളിച്ചു പറഞ്ഞിട്ട് വലിയ വിശിഷ്ട അതിഥി വരുന്ന പോലെ ഒന്നും വരണതല്ല. എപ്പോൾ വേണമെങ്കിലും ഈ പോളി ഗാർഡൻ എല്ലാവർക്കായിട്ട് തുറന്നിട്ടുണ്ട്. അതെ അത് ശരിയാണ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും 24 hours ഇവിടെ വന്ന് വിളിച്ച ഫോൺ നമ്പറിൽ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഉള്ളിൽ കയറി വരാം, എപ്പോൾ വേണമെങ്കിലും കാണാം. റെസ്ട്രിക്റ്റ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നല്ലവരായ നല്ല മനസ്സുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അവരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ കൊണ്ടുള്ള സഹായം ചെയ്യുക. അല്ലാതെ ഉള്ളവരുണ്ടെങ്കിൽ സഹായിക്കാൻ, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ സഹായിക്കുക. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിലുള്ള കുട്ടികളെയാണ് ഓർമ്മ വരിക. നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിലൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അവരെ കുറച്ച് ബേക്കറി സാധനങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമല്ലേ. അതുപോലെയാണ് ഇവിടെ കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. അവരുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരികയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. ഇത് എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അതല്ല, നിങ്ങൾ എൻ്റെ ചാനലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഇത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഞാൻ ചെയ്യുന്നതല്ല. ഇങ്ങനെ കണ്ടു, ഇങ്ങനെ ഇവരുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കി എൻ്റെ സുഹൃത്ത് അമീദൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നമുക്കൊരു വീഡിയോ ചെയ്യണം. അവരങ്ങനെയെങ്കിലും ഒരു 10 ആൾ അറിഞ്ഞ് അവരെ സഹായിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു അവരുടെ സഹായം ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പം ഒന്ന് എല്ലാവരും ചായ കുടിച്ച് കുളിക്കൊക്കെ വേണ്ടേ? ഇപ്പോൾ കുളിക്കണ്ടേ? ഇതെന്താ പുതിയ ഫോണൊക്കെ ഉണ്ടല്ലോ, ഇതെവിടെ നിന്ന് ഫോണ്? പോക്കലിട്, ഫോണൊക്കെ പോക്കലിട്. കണ്ടില്ലേ, കുട്ടികളുടെ മനസ്സാണ് ഇവർക്ക്. നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും ഇതാ വിളിക്കുന്നുണ്ട്. അമീദൊക്കെ ഒന്ന് എന്താണ് പാട്ടുപാടാൻ അറിയോ? എൻ്റെ പേര് ഷൗക്കത്താണ്. പാട്ടുപാടാൻ അറിയോ? അത് മൂപ്പർക്ക് നാണം വന്നു നമ്മൾ പറഞ്ഞത്. ഇതിൽ ആരാ പാട്ടുപാടാ നന്നായിട്ട് പാട്ടുപാടാ അറിയാവുന്ന ആരാ? അതാ പാടുവോ? ഇതാ ഇപ്പോൾ വരാം. ഇതാ അവിടെ പോയിട്ടുണ്ട് വരാം കേട്ടോ. ഇപ്പോൾ വരാം, അവിടെ ഇരുന്നു. ഇതാ അവർക്ക് പാട്ടുപാടാൻ അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാ വരൂ. എന്താ പേരെന്താ? പോള്. പാട്ടുപാടാൻ അറിയോ? ഒന്ന് പാടുവോ? പാടില്ല. ഞങ്ങൾ പാടണോ? പാട്. ഏത് പാട്ടാണ്? മുക്കാബില. അതായത് പുള്ളിക്കാരന് വേണ്ട മുക്കാബില പാട്ടാണ്. നമ്മളെ പാടിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ സ്റ്റേജിൽ ഇപ്പോൾ അവിടെ പാടി പുള്ളി നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കാബില പാട്ട് പാടാം അല്ലേ? എന്താണ് പേര്? വൈശാഖ്. പാട്ട് പാടാൻ അറിയോ? ഇല്ല. സുഖാണോ? ചായ കുടിച്ചോ? കുടിക്കാൻ പോകണുള്ളൂ അല്ലേ? ഇനി ആരാ പാട്ട് പാടാൻ അറിയാവുന്ന ആരള്ള്? രഞ്ജിത്താരാ? രഞ്ജിത്ത് പാട്ട് പാടോ? എന്താ വെച്ച് പറയ്. എൻ്റെ പേര് നെൽസൺ. അടുത്ത ആഴ്ച വരുമോ? 2016 വന്നത്. 2016 വന്നത്. സുഖാണ് ഇവിടെ? നല്ല സുഖാണ് അല്ലേ? സുഖല്ലേ? കുട്ടികളുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനില്ല, അച്ഛൻ മരിച്ചു പോയി. അപ്പൊ ശരിക്കുള്ള വീട് എവിടെയാ?
വീട് ബാംഗ്ലൂരാണ് അല്ലേ? 2016 വന്നാണ്. അപ്പോൾ പേരെന്താന്ന് പറഞ്ഞേ? നെൽസൺ എന്നാണ് പുള്ളിയുടെ പേര്. 2016 ഇവിടെ വന്നാണ്. പുള്ളിക്ക് വീട്ടിലുള്ളതിനേക്കാളും സുഖമാണ് ഇവിടെ എന്നാണ്. അത്രയും നന്നായിട്ടാണ് ഇവരിവിടെ പരിചരിച്ചു പോരുന്നത്. ജാക്സൺ ആരാ ഇനി പാട്ട് ആർക്കും പാട്ടറിയില്ല അല്ലേ? നോക്കി ആരാ പാട്ട് പാട്ടാരാ പാടുവോ? അന്നാ വാ എണീച്ചേ. എന്താ പേര് പറഞ്ഞേ? മാർട്ടിൻ ഒരു പാട്ട് പാടാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും കേട്ടോ. മാർട്ടിൻ പാട്ട് പാടാൻ പോവാണ്. എല്ലാവരും ഇവിടെ ഇങ്ങോട്ട് നോക്കിയേ, കൈയടിച്ചേ. ഏത് പാട്ടാ പാടുന്നത് മാർട്ടിൻ? അത് പാടിക്കേ. നാടാ അവരാനിപ്പോൾ ചെന്നങ്ങൾ ഹരേ വന്ദിരോ നാടാ ചേരുവാടന്തിൽ നാടാ തിരുനാമത്തേത്താൻ പാടുവാടന്നങ്ങൾ നാവിരിക്കെൻ്റെ നാടാ അവരാനിപ്പോൾ ചെന്നങ്ങൾ ഹരേ വന്ദിരോ നാടാ ചേരുവാടന്തിൽ നാടാ ഒരേ രാശത്തെ ഒരേ പാടാ ഒരേ രാശത്തെ ഒരേ പാടാ പാടേ ചെന്നങ്ങൾ ഉടനെ തെന്ന നിരിക്കാത്തിനാണ് നിന്നെ പാടാ ഒരേ ചെന്നങ്ങൾ ഉടനെ തെന്ന നിരിക്കാത്തിനാണ് നിന്നെ പാടാ തിരുനാമത്തെ തന പാടുവാടന്നങ്ങൾ നാവിരിക്കെൻ്റെ നാടാ അവരാനിപ്പോൾ ചെന്നങ്ങൾ ഹരേ വന്ദനോ നാടാ ചേരുവാടെന്ത് നാടാ തിരുനാമത്തെ തന പാടുവാടന്നങ്ങൾ നാവിരിക്കെൻ്റെ നാടാ അവരാനിപ്പോൾ ചെന്നങ്ങൾ ഹരേ വന്ദനോ നാടാ ചേരുവാടെന്ത് നാടാ. അപ്പൊ പാട്ട് അടിപൊളി പാട്ടുണ്ട് കേട്ടോ. ഇത് ആരെ പഠിപ്പിച്ചെന്ന് പാട്ട്? മാഷ് പഠിപ്പിച്ചെന്നാണോ? അതെ, നന്നായിട്ടുണ്ട് കേട്ടോ പാട്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പാടിത്തരോ? പാട്ട് പാടിത്തരില്ല? ഓക്കെ, നമുക്ക് മൈക്കേൽ അവിടെ നിന്ന് സ്പീക്കറൊക്കെ വെച്ച് മൈക്കേൽ പാടാം കേട്ടോ. ഓക്കെ, ശരി. ഞാൻ പാടോ? ഇതാ അടുത്ത ആൾ എന്നെ പാടാൻ റെഡി ആയിട്ടാ. ഇത് എന്താ പേര് പറഞ്ഞേ? എന്താ എന്നാ എണീറ്റുന്നേ? വാ പാടാലോ നമുക്ക്. അതെ, രഞ്ജിത്ത് അമീദ് ഖാൻ, നമ്മുടെ അമീദ് ഖാന്റെ സുഹൃത്താണ് രഞ്ജിത്ത്. അപ്പോ പാട്ട് പഠിക്കുന്നു. ഏത് പാട്ടാ പാടുന്നത്? ഐത്താരെ പോജലിഭാസുവായിടം അഖിലേശ്വരിയെന്നും ആരാധന ബലിപേര് മുന്നിയാലാണ് ചേരുന്നവർ ആത്മാവിനപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവേ തിരുനാമ മന്ത്രം ജപിച്ച്. ഉള്ളിൽ പുതുജീവനാളം തെളിച്ച് നാവേ തിരുനാമ മന്ത്രം ജപിച്ച്. കയ്യേ ജീവിത കുരിശും വിളിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. കൈ ജീവിത കുരിശും വിളിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഓക്കെ, നല്ല 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 പാട്ടാണ് കേട്ടോ. കണ്ടില്ലേ? എപ്പോൾ മനസ്സിലായില്ലേ ഇവിടെ ഉള്ളവരുടെ കഴിവുകൾ? എല്ലാവർക്കും മനസ്സിലായില്ലേ? കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഇവിടുത്തെ കഴിവുകൾ മനസ്സിലായില്ലേ? പാട്ട് പാടാൻ അറിയാം, ഡാൻസ് കളിക്കാവുന്നവരുണ്ട് കേട്ടോ. നമ്മളൊരു അതെ, നമുക്ക് അവിടെ ഞങ്ങളിവിടെ വന്നപ്പോൾ സ്റ്റേജിൽ മിമിക്രി പാട്ടൊക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇവരൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പേപ്പറിൽ ഒരു ചിത്രം വരച്ച്, മനോഹരമായ ഒരു പൂവിൻ്റെ ചിത്രം വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിത്രമൊക്കെ ഇവരിവിടെ വരച്ചാണ്. അത് ചിത്രം നമുക്ക് കാണിച്ച് ഡ്രോയിങ് മാഷിൻ്റെ എല്ലാം ഇവർക്ക് ഇവിടെ പുറത്തുള്ളതിനൊക്കെ നമ്മളൊരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേപോലെ ഇവിടെ എല്ലാവരും പഠിപ്പിക്കാനും എല്ലാതും. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇവർ എത്ര ആപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്? പറയൂ.
എന്താണ് പാട്ട് പാടണം? പേരെന്താണ്? രാമുവേട്ടന് ഇതാ ഒരു പാട്ട് പാടുന്ന പറഞ്ഞ മുമ്പിൽ വന്നിരിക്കുകയാണ്. രാമുവേട്ടൻ പാടിക്കോളൂ. ഒന്ന് താലാട്ട് വാരോ ഒന്ന് മിത്തി വാരോ പട്ട മലവേ തൊട്ടയിലെന്ത് മുത്തി വേണ്ടിന് പൊങ്കലിന്ന പൂക്കള ഇനി പാക്കില ഏരോ ഏരോ മൂത്തിരി നാ കേട്ട് നിന്നു വനക്കില് സൊല്ലും ഒന്ന് താലാട്ട് വാരോ ഒന്ന് മിത്തി വാരോ. ഓക്കെ, നന്നായിട്ട് രാമോട്ട പാട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടില്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എനർജി ആവും. അവരെ എനർജി ആക്കിക്കോളും. നമുക്ക് എനർജി ഇല്ലെങ്കിൽ കൂടി അവർ എനർജി ആക്കിക്കോളും. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ കാണാൻ വേണ്ടി തന്നെ ലീവുള്ള ദിവസമോ ഹോളിഡേ ദിവസങ്ങളൊക്കെ ഇവരെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവരുമായിട്ട് ഒരു ദിവസം ചിലവഴിക്കാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഇവർക്ക് വേണ്ടി കൊടുത്താൽ മതി. ഇവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കൂടുതൽ വിശേഷം ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാനും ഇതിനൊക്കെ.
നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഇനി ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിട വാങ്ങിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരിക, ഇവരുമായിട്ട് സഹായിക്കാം, ഇവരെ സഹായിക്കാം, ഇവരുമായിട്ട് നിങ്ങളുടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. എങ്ങനെയാണ് എൻജോയ്മെൻറ്റാണ് ഇവിടെ വന്ന ആരും സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര കോടീശ്വരന്മാരാണെന്ന് അറിയുന്നത്. കണ്ടില്ലേ, ഇവരൊക്കെ കാണുമ്പോൾ നിങ്ങളിവിടെ വരണം, ഇതൊക്കെ കാണണം. ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് എടുക്കണം. ഇതൊക്കെ നമ്മളൊക്കെ എത്ര സന്തോഷവാന്മാരാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും ഓക്കെ, ബൈ. നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമുക്ക് ബൈ. അപ്പോൾ ബൈ എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ടാറ്റ, ഞങ്ങൾ പോട്ടെന്നാ. ഓക്കെ, ശരി, ബൈ. ഇനി അടുത്ത ആഴ്ച കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിരിക്കേ. ഹാപ്പി? ഒന്ന് ഹായ് പറഞ്ഞേ, സൗണ്ട് പോരാ, ഉറക്കെ ഹായ്. ബൈ, ശരി, ബൈ, എല്ലാവർക്കും ബൈ. ആ